വൈപ്പിൻ ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വൈപ്പിൻ ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ 1 മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ സമ്മേളന ഉദ്ഘാടനവും +2-ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ടോണി ചമ്മണി MLA നിർവഹിച്ചു. സഹായിക്കാൻ ഞങ്ങൾ കൈത്താങ്ങായ ഒരു ലൈബ്രറി ഉണ്ടായി, ഞങ്ങളുടെ നാട്ടുകാരുണ്ടായി. അതവരിൽ വളരുന്ന ചിന്ത ഒരു സാമൂഹ്യ ബോധം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ലൈബ്രറി അനുമോദിക്കാനാണ്. ലൈബ്രറികൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകമാണ്. ഒരു നാടിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഒരു ഇടമാണ് ലൈബ്രറി. ഏത് സാമ്പത്തിക അവസരമുള്ളവരാണെങ്കിലും, ഏത് രാഷ്ട്രീയ ചിന്തയുള്ളവരാണെങ്കിലും, ഏത് മതത്തെ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒത്തുകൂടാവുന്നൊരു വേദിയാണ് ലൈബ്രറി. ഒരു നാട്ടിലെ ലൈബ്രറി, ഗ്രാമീണ ഗ്രന്ഥശാല എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ മതേതര ഇടമാണ്. ഒരു നിയന്ത്രണവുമില്ല. ആർക്കും കടന്നു വരാൻ വായിക്കാം, അറിവ് നേടാം. അപ്പൊ കേരളം വാസ്തവത്തിൽ ഇന്നൊരു സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്നുവേണം കരുതാൻ. നാം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. പഠനോപകരണ വിതരണം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK ജയൻ നിർവഹിച്ചു. എല്ലാ വർഷങ്ങളും നമ്മളിവിടെ ആവർത്തിക്കാറുള്ളതാണ്. ഈ ഗ്രന്ഥശാലയിൽ വച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെയുള്ള കുട്ടികൾക്കായാണ് പ്രധാനമായും ഉപകരിക്കപ്പെടുന്നത്. എന്നാൽ അത് വേണ്ട വിധത്തിൽ ഉപകരിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എങ്കിൽ തന്നെയും ജനകീയ വായനശാലയെ സംബന്ധിച്ച് ഒട്ടനവധി ഈ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ കൂടി ഇടപെടുന്നത് കൊണ്ടും കുട്ടികളുടെ പ്രശ്നങ്ങളിൽ പ്രധാന ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ടും ഇവിടെ വളരെയധികം കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ പറയുന്ന രീതിയിലുള്ള, അവർ പേര് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർക്കുവാൻ ഇവിടുത്തെ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു പ്രദേശത്തെ വായനശാല പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ EK ജയൻ അവറുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി മുൻകാലങ്ങളിലും എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ബ്ലോക്ക് അംഗം നമ്മുടെ രാധിക സതീഷ് സന്നിഹിതയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 11 മണിയൊക്കെ ആയിട്ട് മെമ്പർ ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. കടപ്പുറത്തും അവിടേക്കൊക്കെ ഉണ്ടായിരുന്നു. ഉറപ്പില്ലാതെ ഓടി കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന മെമ്പറാണ്. ആ മെമ്പർ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സന്തോഷമുണ്ട്. അങ്ങനെ ഈ വേദി എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചു വന്ന പല കുട്ടികളും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഡോക്ടർമാരായിട്ടും അതോടൊപ്പം തന്നെ SLCയിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധിക സതീഷ്, പഞ്ചായത്ത് അംഗം അശ്വതി ബിനോജ്, വായനശാല സെക്രട്ടറി PT സുധീർ കുമാർ, ട്രഷറർ ശശികല ചന്ദ്രബോസ്, TK റോമിയോ, PA ബാസി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.